നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാന്നറിയോ? കേരളത്തിലെ തീരദേശ നഗരമായ ബേപ്പൂരിലേക്കാണ്. ബേപ്പൂർ സുൽത്താനെയും കണ്ട് ചെന്നെത്തിയത് കല്ല് വിരിച്ച് പുതുക്കിയ വലിയ നടപ്പാതയിലേക്ക്. ബേപ്പൂർ ചാലിയം ജങ്കാറാണ് ഇപ്പൊ കണ്ടത്. നട്ടുച്ചയായതിനാൽ അധികം നടക്കാതെ നേരെ ബോട്ടിൽ കയറി. ഒരാൾക്ക് 100 രൂപ. ബോട്ടിൽ നല്ല കാറ്റ് വീശുന്നത് കാരണം അധികം ചൂടുണ്ടായിരുന്നില്ല. ഇനി കുറച്ച് ഹിസ്റ്ററി ആയാലോ? ഉറു പത്തേമാരി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? പരമ്പരാഗത ബോട്ട് നിർമ്മാണ വ്യവസായത്തിന്റെ കേന്ദ്രമാണ് ബേപ്പൂർ. അറബ്, ചൈനീസ്, യൂറോപ്യൻ കച്ചവട ബന്ധമുള്ള പുരാതന പട്ടണമാണിത്. ടിപ്പു സുൽത്താന്റെ സ്വാധീനത്തിന്റെ പൈതൃകം ഇപ്പോഴും പട്ടണത്തിന്റെ സാംസ്കാരിക വാസ്തുവിദ്യാ സ്മാരകങ്ങളിൽ കാണാൻ കഴിയും. ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. സമുദ്ര സിൽക്സ് റൂട്ടുമായി ബന്ധമുള്ള കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖമാണ് ബേപ്പൂർ. ഇവിടെ കുറെ തടിപ്പണിശാലകളും കശുവണ്ടി കൃഷിയും ഒക്കെ കാണാൻ കഴിയും. കോഴിക്കോട് ജില്ലയിലെ മികച്ച ടൂറിസ്റ്റ് സ്പോട്ടായി വളരുകയാണ് നമ്മുടെ ബേപ്പൂർ.